എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ദിവസങ്ങളിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചോറ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കറി നമുക്ക് വേണമല്ലോ. അപ്പോൾ കുറച്ച് തൈരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിനി കുക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുത്ത് ചോറ് കഴിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് തൈരാണ് വേണ്ടത്. അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ അതൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ അതിൻ്റെ കട്ടയൊന്ന് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിച്ച് ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട. അപ്പോൾ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതുപോലെ ഞാനിവിടെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഈ ഉപ്പൊന്ന് മിക്സാക്കി എടുക്കുക. ഈ തൈരിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ ഉപ്പൊന്ന് ഞാൻ യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ആവശ്യമായിട്ടുണ്ട്. ഞാനൊരു 5 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തൈരും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ അധികം ചൂടാകുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും എരിവുള്ളതോ എരിവില്ലാത്തതോ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കരിയുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരുമായിട്ടൊന്ന് യോജിച്ച് വരണം. അത്രയും നേരം നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. തൈരും നമ്മൾ ഒഴിച്ചു കൊടുത്തതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടല്ലേ തയ്യാറാക്കിയെടുത്തത്. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല, ഒത്തിരി കുക്ക് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ നമുക്കൊരു കറി തയ്യാറാക്കി എടുക്കണമെങ്കിൽ കുറച്ച് തൈരുണ്ടായാൽ തന്നെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.